ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ. അഭിയാണെങ്കിൽ ആകെ മൊത്തം ഇപ്പോൾ ഒരു പരിഭവത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് അവിടെ പറഞ്ഞിട്ടും ആരും അതങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും ആദർശിനെ അമിതമായ വിശ്വാസമാണ്. ഇതിന് തനിക്ക് തന്നെ പാരയാകുമോ എന്നുള്ള കാര്യത്തിൽ അഭിക്കും ടെൻഷനുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ദേവയാനിയും നയനയും അഭിയുടെ കള്ളത്തരങ്ങളെല്ലാം കയ്യോടെ പൊക്കുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പോവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജയനും അജയനും എല്ലാവരും പറയുന്നുണ്ട്, ആദർശിൻ്റെ കുഞ്ഞാണെങ്കിലും അല്ലെങ്കിലും ചന്തുമോളെ നയനെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പം ആദർശ് തെറ്റ് ചെയ്തെന്നൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല എന്ന് ജയനും അജയനും പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വരുമ്പോഴേക്കും നമ്മുടെ അബിക്ക് ആകെപ്പാടെ ടെൻഷൻ ആവുകയാണ്. മറ്റുള്ളവരാരും മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ആ അച്ഛനും വലിയച്ഛനും ഒന്നും ആദർശിനെ അങ്ങ് തെറ്റിദ്ധരിക്കുന്നില്ല. എന്തിന്, അവൻ്റെ ഭാര്യ നയന പോലും അവനെ അംഗീകരിച്ച മട്ടാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതിപ്പോൾ എൻ്റെ തലയിലേക്ക് തന്നെ വരുമോ? ഇതെന്താ ആരും ആദർശിനെ അവിശ്വസിക്കാത്തത്? ഇതൊക്കെ കേൾക്കുമ്പം ആദർശിനെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കുമെന്നും നയനെ പിണങ്ങി പോകുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ലല്ലോ എന്നിങ്ങനെ അഭി ചിന്തിക്കുകയാണ്. അപ്പോൾ ജയനോടും അജയനോടുമായിട്ട് അഭി പറയുന്നുണ്ട്, അതെന്താ നിങ്ങൾക്കൊക്കെ ആദർശിനെ ഇത്ര വിശ്വാസം? ഞാനിവിടെ ഒരു തെറ്റും ചെയ്യാതെ ഇരുന്നിട്ട് കൂടി എന്നെ കുറ്റപ്പെടുത്താനാണല്ലോ എല്ലാവർക്കും താല്പര്യം. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലേക്കാണല്ലോ കൊണ്ടിടുന്നത്. എന്നാ ആദർശിൻ്റെ കാര്യത്തിൽ അങ്ങനൊന്നുമില്ലല്ലോ. അവനിവിടെ തെറ്റ് ചെയ്തിട്ടും രാജാവായിട്ട് നടക്കുകയല്ലേ. അപ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, അബി നീ ഇങ്ങനെ പറയാൻ വരട്ടെ, ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാം ഉറപ്പാണ്. കാരണം അവനെ ഞങ്ങൾക്കെല്ലാം ചെറുപ്പത്തൊട്ട് അറിയാവുന്നതല്ലേ. പിന്നെ ഇങ്ങനെ ഒരു സമയത്ത് ചന്തുമോളെ നയനെ ആദർശും അച്ഛനും അമ്മയായിട്ട് ഏറ്റെടുത്ത് വളർത്തിയെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ നന്മ, അത്രയേ ഉള്ളൂ. അല്ലാതെ അച്ഛൻ കൊണ്ടുവന്നതാണ് ചന്തുമോളെ ഈ വീട്ടിൽ, ചന്തുമോളെ ഈ വീട്ടിൽ വളരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കും. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ആദർശിനെ ഇതിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് പുറത്ത് ആക്കാനും മാത്രം മണ്ടന്മാരല്ല ഞങ്ങളാരും. അപ്പോൾ അഭി പറയാണ്, എല്ലാവർക്കും വിശ്വാസം നല്ലതാ. ആദർശ് ഇപ്പോൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് വന്നിട്ട് ആരും അത് അംഗീകരിക്കുന്നില്ല. അതേസമയം ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എവിടെയാവുമായിരുന്നു? അപ്പോഴേക്കും ജയനും പറയുന്നുണ്ട്, നീ എങ്ങാനും ആയിരുന്നെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പായേനെ. പിന്നെ ഇപ്പോഴും ചെറിയൊരു സംശയമുണ്ട് അഭി നിന്നെ. ആദർശിൻ്റെ കുഞ്ഞാണോ അഭിയുടെ കുഞ്ഞാണോ എന്നുള്ള കാര്യത്തിൽ അച്ഛന് പോലും സംശയമുണ്ട്. അപ്പോൾ അഭി പറയാണ്, ആദർശിൻ്റെ കുഞ്ഞാന്ന് അവിടെ കൂടി നിന്നവരെല്ലാം പറഞ്ഞിട്ടും ആ കൊച്ച് അച്ഛാന്ന് വിളിച്ച് കൂടെ പോന്നിട്ടും ഇപ്പം എൻ്റെ കൊച്ചാന്ന് പറയുന്നു. അപ്പോഴേക്കും അജയൻ പറയാണ്, അതഭി ആ പെൺകുട്ടി അതൊന്നും തുറന്ന് പറഞ്ഞില്ലല്ലോ. അവസാനമായിട്ട് അച്ഛനെ വിളിച്ച് അനന്തപുരിയിലെ ഒരു കൊച്ചുമോൻ്റെ മകളാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇന്നവരുടെയാണെന്ന് പറഞ്ഞോ? നിൻ്റെയോ ആദർശിൻ്റെയോ അനിയുടെയോ ആകാം. അതിൽ എല്ലാവർക്കും സംശയം നിന്നെ തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യ തെളിവുകളൊക്കെ ആദർശിനെതിരാണ്. നിനക്ക് അതുകൊണ്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാം. അപ്പോൾ അഭിയുടെ മനസ്സിലങ്ങ് തീ ആളുകയാണ് കേട്ടോ. അപ്പോൾ ഈ വിചാരിക്കുകയാണ്, ഇത്രയൊക്കെ ഞാൻ കളിച്ചിട്ടും ഇപ്പോഴും എൻ്റെ നേരെ തന്നെയാണല്ലോ അമ്പു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ആകെ ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് അഭിക്ക്. അങ്ങനെ അഭി അങ്ങ് പോവുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അതേസമയം നമ്മുടെ അനാമികയും രേവതിയും വേണുവും കൂടി സംസാരിക്കുമ്പം പറയുന്നുണ്ട് അനാമിക, ഒരു കൊച്ചിനെ കൂടി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കാരണം ഒരു സ്വസ്ഥതയില്ല. ആ പെൺകൊച്ചാണെങ്കിൽ എപ്പോഴും എൻ്റെ മുറിയിലേക്ക് കയറി വന്ന് അതും ഇതുമൊക്കെ എടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നല്ലത് 2 കൊടുത്തു. അത് ആ നയനത്തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും 2 പേരും പറഞ്ഞിരിക്കുന്ന കൊച്ചിനെ തൊട്ടു പോകരുതെന്ന്, അതിൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന്. അതിനുള്ള ആ ഒരു ചിന്ത പോലും എന്നോടില്ല അവിടെ ആർക്കും. എന്നെ ആർക്കും കാണരുത്. ഞാൻ അവിടെ നീറി ജീവിക്കുന്നത് ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും കാണുന്നില്ല. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു കൊച്ചിനെ എടുത്ത് തലയിൽ വച്ചിരിക്കുക. എല്ലാ ബാധ്യതകളും ഒഴിവാക്കി വരുമ്പം അടുത്ത ബാധ്യത കൂടി വന്നിരിക്കുക. അപ്പോൾ ഉടനെ പറയുന്നുണ്ട് നമ്മുടെ രേവതി, അതേ നീ മോളെ ആ കൊച്ചിനെ അങ്ങ് അകറ്റി നിർത്തണം. നീ അടുക്കാനൊന്നും പോകരുത്. നയനി ആദർശം അതിനെ എടുത്ത് അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് കളിച്ചോട്ടെ. നിങ്ങളുടെ മുറിയിലേക്ക് കയറ്റാനോ ലാളിക്കാനോ ഒന്നും പോവരുതെന്ന് പറയുക. അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് അനാമിക, അതേ എനിക്ക് വലിയ താല്പര്യമാണ്. കൊച്ചിനെ ഞാൻ വഴക്ക് പറഞ്ഞതിന് അവൻ ഭയങ്കര ബഹളമായിരുന്നു. അല്ലെങ്കിലും ഇപ്പം അതുള്ളത് കാരണം എനിക്കവിടെ സ്വസ്ഥതയില്ല. എനിക്കാണെങ്കിൽ എൻ്റെ മുറി കയറുന്നതേ ഇഷ്ടമില്ല ആ കൊച്ച് എന്ന് പറയുമ്പം വേണു പറയാം, എടി പെണ്ണെ നീ അതൊക്കെ വിട്.
അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നടത്താൻ നോക്ക്. നിന്റെ അമ്മായിയമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും അനന്തപുരിയെന്ന് നമുക്ക് കൈക്കലാക്കണം. അതിനുള്ള പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് നീ പിന്നെ ഇപ്പോഴും ആ കൊച്ചിൻ്റെ പേരിൽ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാതെ. നിന്റെ മെയിൻ ശത്രു ആ നന്ദു, അവൾ ട്രെയിനിങ് ക്യാമ്പിൽ കിടന്ന് നന്നായിട്ട് അനുഭവിക്കല്ലേ, അത് ഓർത്തെങ്കിലും നീ അങ്ങ് സന്തോഷിക്ക്. ആ അതുകൊണ്ട് മാത്രം അച്ഛാ ഞാനിപ്പോൾ ഇത്രയെങ്കിലും സമാധാനത്തോടെ നിൽക്കുന്നത്. അവൾ ആ ക്യാമ്പിൽ കിടന്ന് നന്നായിട്ട് അനുഭവിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, നല്ലൊരു സമാധാനവും കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം സൈഡിൽ കൂടെ അങ്ങ് പോയിക്കോളും. അപ്പോൾ വേണു പറയാം, സൈഡിൽ കൂടെ അങ്ങനെ പോയാൽ പോരാ, അനന്തപുരിയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ അനിയൊന്നും നമുക്കൊന്നുമല്ല. അവനിനി ഇപ്പോൾ ഇതിനൊക്കെ ശേഷം ആ നന്ദുവിൻ്റെ പുറകെ പോയാലും നമുക്കൊന്നുമില്ല. നമുക്ക് സ്വത്ത് കിട്ടിയാൽ മതിയല്ലോ. നിനക്ക് വേറെ പയ്യന്മാരില്ലേ? എത്ര പേരാ നിന്നെ വിവാഹം കഴിക്കാൻ ക്യൂ നിൽക്കുന്നത്? പിന്നെ നീ എന്തിനാ പ്രശ്നമാക്കുന്ന ഇതൊക്കെ? അപ്പം ഉടനെ അനാമിക പറയുന്നുണ്ട്, അത് നേരാ, എനിക്കിപ്പം അനിയെ ആവശ്യമൊന്നുമില്ല. പക്ഷേ അനിയും നന്ദും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്നത് അതെനിക്ക് കാണാൻ വയ്യ. അത് ഞാൻ സമ്മതിക്കുകയില്ല. കാരണം അത്രയ്ക്കൊന്നും അല്ല എൻ്റെ മനസ്സ് അവനും അവളും കൂടി വേദനിപ്പിച്ചിരിക്കുന്നത്. അവൾ ആ ക്യാമ്പിൽ കിടന്ന് തന്നെ ഒന്ന് ഒടുങ്ങണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ട്, ഏകദേശം അതൊക്കെ നടക്കും. മധു സാറിനോട് ഞാൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അയാൾ നല്ല പണിയും കൊടുക്കുന്നുണ്ടെന്ന് പറയാം. ആ അങ്ങനെ ചെയ്ത അച്ഛന് കൊള്ളാം. ഇല്ലെങ്കിൽ അവൾ SI ആയിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ അച്ഛൻ അകത്തോട്ട് പോകും. പഴയ പല കേസുകളും അവൾ കുത്തിപ്പൊക്കും. നമ്മളെല്ലാവരും അഴി എണ്ണും എന്നൊക്കെ പറയുമ്പോൾ വേണു പറയാണ്, അതിനൊന്നും സാധ്യതയില്ല മോളെ. നീ അനന്തപുരിയിൽ ചെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ നോക്ക്. തഞ്ചത്തിലും മയത്തിലും ഒക്കെ ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ വഷളാകുന്നതിന് മുമ്പ് എല്ലാം നേടിയെടുക്കണം എന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അതേസമയമാണെങ്കിൽ നമ്മുടെ ചന്തുമോളെ ആരും അങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവരും ചന്തുമോളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ജലജയും ജാനകിയും അനാമികയും ആണെങ്കിൽ ചന്തുമോളെ എപ്പോഴും ചീത്ത പറയണം. ആ കൊച്ചാണെങ്കിൽ കൺവെട്ടത്തോട് ചെല്ലുമ്പോൾ നമ്മുടെ ജലജയ്ക്ക് കാണാനേ വയ്യ. ജലജ പറയാണ്, എന്തിനാവാ ഇതെൻ്റെ മുറിയിലേക്ക് വരുന്നത്? ഇതിനവിടെങ്ങാനും അടങ്ങി ഇരുന്നാൽ പോരെ. ഹോ കഷ്ടം. അപ്പം അബി പറയാം, അമ്മ കുറച്ച് സ്നേഹത്തോടൊക്കെ ആ കൊച്ചിനോട് പെരുമാറ്, അല്ലാതെ ഇങ്ങനെ കടിച്ചു തിന്നാൻ ചെന്നാലോ. അപ്പോൾ എന്താടാ നിനക്കിപ്പം ആ കൊച്ചിനോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് ഇത്ര ആഗ്രഹം? നിന്റെ കൊച്ചൊന്നും അല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് അബി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് അബി പറയാണ്, എൻ്റെ കൊച്ചോ ആദർശിൻ്റെ കൊച്ചല്ലേ, പക്ഷേ അതിനെ വെറുപ്പിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ, അമ്മ വല്ല കടുങ്കയും ചെയ്തു കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും അതൊന്നും ഇഷ്ടപ്പെടില്ല. അവർ നമ്മളെ ഇവിടുന്ന് പുറത്താക്കി ഈ കൊച്ചിനെ പിടിച്ചിവിടെ നിർത്തും. വെറുതെ പണിയുണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞത്. ആ ശരി എന്നിങ്ങനെ പറയാം. അപ്പോൾ അബി വീണ്ടും ആലോചിക്കുകയാണ് കേട്ടോ, എന്താ ഈ കൊച്ചാണെങ്കിൽ ഇവിടെ ഉണ്ട് താനും, ഇതിനൊരു പ്രതിവിധി വേണമല്ലോ എന്ന്. അതേസമയമാണെങ്കിൽ നമ്മുടെ ചന്തുമോളെ അങ്ങ് എല്ലാവരും ഉപദ്രവിക്കുന്ന കാരണം കൊച്ചൊരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, പേടിച്ച് വിറച്ച്. നയനയാണെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ചന്തുമോൾ പാവം ഒറ്റയ്ക്കേ ഉള്ളൂ. ദേവയാനിയാണെങ്കിൽ പോലും ഒന്ന് അടുപ്പിക്കുന്നൊന്നുമില്ല. അങ്ങനെ നയന ആദർശം കൂടെ ഒരു ദിവസം ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം ചന്തുമോളെ കാണുന്നേയില്ല. വരുന്ന വഴി ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് നയന, അമ്മേ ചന്തുമോൾ എവിടെ? കാണുന്നില്ലല്ലോ, സാധാരണ ഈ ഹോളിലൊക്കെ കാണുന്നതാണല്ലോ. അപ്പോൾ ദേവയാനി പറയാം, അത് അവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ കുറച്ചു മുമ്പ് അതിനെ കണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണവും കൊടുത്തു, പിന്നെ ഞാൻ കണ്ടുമില്ല ശ്രദ്ധിച്ചുമില്ല എന്ന് പറയാണ്. അപ്പം നയന ഇങ്ങനെ മുകളിലോട്ടൊക്കെ കയറിപ്പോയിട്ട് ചന്തുമോളെ അമ്മ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും കൊച്ചിനെ കാണുന്നേ ഇല്ല കേട്ടോ. ആകെപ്പാടെ നയനയ്ക്ക് അങ്ങ് ടെൻഷൻ ആവുകയാണ്. നയന ചന്തുമോളേന്ന് പറഞ്ഞ് വിളിച്ച് നടക്കുക. എന്നിട്ട് താഴെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ജലജയോടും ജാനകിയോടും ഒക്കെ, അപ്പച്ചി കണ്ടോ ചന്തുമോളെ, എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനെങ്ങും അതിനെ കണ്ടില്ല, ഞാനതിനെ ശ്രദ്ധിക്കാറുമില്ല. അതവിടെ എവിടെയെങ്കിലും കാണും, അതിപ്പോൾ എവിടെയെങ്കിലും ഇരുന്നോളൂ, ഇപ്പോൾ വന്ന വഴി തന്നെ നിനക്കതിനെ കാണണമെന്നെന്താ നിർബന്ധം? ഭക്ഷണം കഴിക്കാറാവുമ്പോൾ എന്തായാലും മേശയുടെ അങ്ങോട്ട് വരും. എൻ്റെ അപ്പച്ചി, ഒരു പിഞ്ചു കുഞ്ഞിനെക്കുറിച്ചാണ് നിങ്ങളിങ്ങനെ ഈ പറയുന്നത്. നിങ്ങൾക്ക് അതിനെ ഒന്ന് നോക്കിയാലെന്താ? പിന്നെ ഞങ്ങൾ അതിനെ നോക്കാൻ ശമ്പളം എണ്ണി വാങ്ങിയിട്ടിരിക്കുകയല്ലേ, വേണമെങ്കിൽ നീ ഓഫീസിൽ പോകാതെ ഇവിടെ ഇരുന്ന് അതിനെ നോക്കിക്കോ, ഞങ്ങൾക്കൊരു പരാതിയില്ല. നായന വീണ്ടും ആദർശിനോട് വന്ന് പറയുന്നുണ്ട്, ആദർശേട്ടാ ചന്തുമോളെ കാണുന്നില്ല, ഇവിടെ എല്ലാം ഞാൻ വിളിച്ചു, കൊച്ചിനെ കാണുന്നേ ഇല്ല, എവിടെ പോയെന്ന് അറിയില്ല, ഇനി മനസ്സ് വിഷമിച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടാവോ?
അപ്പം ആദർശ് പറയാം, നീ നോക്കിക്കുക അവിടെയൊക്കെ ഒന്നുകൂടെ. അങ്ങനെ എല്ലായിടത്തും ചെന്ന് നോക്കുക. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും റൂമിലും ചെന്നിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, എവിടെ കുഞ്ഞെവിടെ, ചന്തുമോൾ എവിടെ? കുറേ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ചത് അതിനെ, അത് കഴിഞ്ഞ് പിന്നെ കണ്ടേയില്ല. കൊച്ചെവിടെ പോയി? നോക്കിക്കുക എല്ലാവരും എന്ന് പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ചന്തുമോളെ നോക്കി ഇങ്ങനെ നടക്കുക. നടന്നിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങി പോവാണ് കേട്ടോ നയന. അങ്ങനെ നയന ഓടിപ്പോയി ഗാർഡനിലെല്ലാം ചന്തുമോളെ വിളിച്ച് നടക്കുകയാണ്. ആദർശം പുറകെ നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നോക്കി വരുമ്പോഴേക്കും ഗാർഡൻ്റെ ഒരു മൂലയിൽ നിന്ന് ചന്തുമോളെ കിട്ടുകയാണ്. നയന കൈ പിടിച്ചിട്ട് കൊണ്ടുവരിക. എന്നിട്ട് പറയുന്നുണ്ട്, ദേണ്ടേ കാണാതെ പോയ ആള്. അപ്പം ഉടനെ തന്നെ നമ്മുടെ ജലജ അടിക്കാനായിട്ട് ഇറങ്ങി വരിക. എവിടെ പോയടി അസത്തെ നീ? മനുഷ്യരെ അങ്ങ് തീ തീറ്റിച്ചല്ലോ. നിന്നെ കാണാതെ ഇവിടെ എല്ലാവർക്കും എന്തൊരു ബഹളമായിരുന്നു. വീടിൻ്റെ അകത്തെങ്ങാനും ഇരിക്കേണ്ട ഇവള് എവിടെ ഇറങ്ങിപ്പോയിരിക്കുകയായിരുന്നു. അപ്പം നയന് പറയാം, അപ്സി വേണ്ട, കൊച്ചിനെ വെറുതെ പേടിപ്പിക്കൊന്നും വേണ്ട. അവള് ഗാർഡൻ്റെ മൂലയിൽ പോയി ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങളാരും അവളെ മൈൻഡ് ചെയ്തില്ല. എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. അതിനെ വഴക്ക് പറയുകയും ചെയ്തു. ആ വിഷമത്തിൽ അത് ഗാർഡനിൽ പോയി ഇരിക്കുകയായിരുന്നു ഒറ്റയ്ക്ക്. അപ്പം ആർക്കെങ്കിലും ഒന്ന് ശ്രദ്ധിക്കായിരുന്നു. അവിടുന്ന് ആ കുട്ടി ഇറങ്ങി വഴിയിലോട്ടെങ്ങാൻ പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു. അപ്പോഴേക്കും ആദർശം പറയാം, ശരിയാ, ഈ വീട്ടിൽ ഇത്രയും പേരുണ്ട്, എന്നിട്ട് ഈ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കാൻ ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അങ്ങ് കയറി പോവാ. അപ്പോൾ നയന മോളെ വിളിച്ചിട്ട് എടുത്ത് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചന്തുമോളെ കാണാതെ പോയതിൻ്റെ ഒരു ബഹളമൊക്കെ അവിടെ അങ്ങ് നടക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ നന്ദു ആണെങ്കിൽ ട്രെയിനിങ് ക്യാമ്പിൽ കൂട്ടുകാരിയോട് പറയുന്നുണ്ട് കേട്ടോ, ഇത് മനഃപൂർവ്വം എനിക്കിട്ട് പണി തരുന്നതാ. കാരണം എന്താന്ന് വെച്ചാൽ ആ ട്രെയിനർ ഉണ്ടല്ലോ, അയാൾ എല്ലാ വിവരങ്ങളും എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് 2 ചേച്ചിമാരുണ്ടെന്നും അനന്തപുരിയിലേക്കാണ് അവരെ വിവാഹം കഴിച്ച് വിട്ടതെന്നും ഒക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ അറിയാവുന്ന ആരോ അയാൾക്കറിയാം. അവർ പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് വന്ന സമയം തൊട്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും അയാളുടെ മനസ്സ് മുഴുവൻ വൈരാഗ്യമാണ്. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പണിഷ്മെൻറ്റ് തരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പണി തന്നതാണെങ്കിൽ ഞാനും തിരിച്ചൊരു പണി കൊടുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചതാ, ഞാൻ നേരത്തെ സമയമാണെങ്കിൽ അപ്പോൾ തന്നെ അടിച്ചിട്ടേനെ. പക്ഷേ ഇപ്പോൾ ഈ ട്രെയിനിങ് ക്യാമ്പിലായി പോയില്ലേ, SI ആവാന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിപ്പോയി. അത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അയാളുമായിട്ട് ഉടക്കാൻ പറ്റില്ലല്ലോ. ഈ ക്യാമ്പ് തീരുന്നവരെ എനിക്കിവിടെ പിടിച്ചു നിൽക്കണ്ടേ. അതുകൊണ്ടാണ് ഞാനൊന്ന് ഒതുങ്ങിയിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ കൂട്ടുകാരിയും പറയുന്നുണ്ട്, ശരിയാ, എനിക്കും തോന്നി വന്നപ്പോൾ തൊട്ടുള്ള അയാളുടെ ഇടപെടൽ നോക്കിയപ്പോൾ നിന്നോടൊരു ശത്രുതയുള്ളതുപോലെ. ഞാനത് ചോദിച്ചില്ലാന്നേ ഉള്ളൂ. നിനക്കറിയാവുന്ന ആരെയും അയാൾക്കറിയാം എന്ന് പറയണം. അപ്പം ഉടനെ തന്നെ നന്ദു പറയുന്നുണ്ട്, അത് മറ്റാരും ആയിരിക്കില്ല, ആ അനാമികയായിരിക്കും. അനാമികയുടെ അച്ഛനും അമ്മയും അറിയാവുന്ന ആളായിരിക്കും. അവരെന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്നെ ഈ ക്യാമ്പ് പൂർത്തിയാക്കാതെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതാണ് അയാളിപ്പം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ തീരുമാനിക്കുന്നുണ്ട്, ഇയാൾ ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇരുട്ടടി തന്നെ ഇയാൾക്ക് കൊടുക്കണം. അല്ലാതെ നേരെ ചെന്നടിച്ചാൽ നമ്മളാന്ന് മനസ്സിലാവുമല്ലോ. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ 2 എണ്ണം കൊടുക്കണം എന്ന് നന്ദുവും കൂട്ടുകാരിയും കൂടെ തീരുമാനിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷമാണെങ്കിൽ നമ്മുടെ അഭി വീണ്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുക. അഭി വിചാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും നവ്യയെ കൂട്ടിക്കൊണ്ട് വരാം. നവ്യയെ കൂട്ടിക്കൊണ്ട് വന്നാൽ കുറേ പ്രശ്നങ്ങളൊക്കെ തീരും. നവ്യയും കൊച്ചും വന്നു കഴിയുമ്പോൾ ചന്തുമോളുടെ സ്ഥാനമൊക്കെ അങ്ങ് മാറും. എല്ലാവരും കൂടി ആദർശിൻ്റെ തലയിൽ അതിനെ വെക്കുകയും ചെയ്യും. അതുമല്ല, ഇപ്പം എനിക്ക് ഏക സപ്പോർട്ട് നവ്യ തന്നെയാണ്. നല്ല ബലമുള്ളൊരു സപ്പോർട്ട്. അവളെയും ആ നയനയും കൂടി ഉടക്കിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നവ്യയെ കൂട്ടിക്കൊണ്ട് വരികയാണ് അഭി. നവ്യ കുഞ്ഞുമായിട്ട് അനന്തപുരിയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ നയനയും മറ്റുള്ളവരെല്ലാം ചെന്ന് സ്വീകരിക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ഞാൻ ഇന്നും കൂടി ആലോചിച്ചതേ ഉള്ളൂ ചേച്ചിയും കുഞ്ഞും ഇങ്ങോട്ട് വരണ്ടേ എന്നുള്ള കാര്യം. കുഞ്ഞുവാവേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ എടുക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നവ്യ വന്ന് കയറുമ്പം തന്നെ ചന്തുമോളെ കാണുകയാണ്. ചന്തുമോളെ കാണുമ്പം നവ്യ നയനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതാണോ ആ കൊച്ച് ചന്തുമോള്? അപ്പം നയന് പറയാം, അതെ, ഇതാ ചന്തുമോള്. എൻ്റെ മോളെ പോലെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നയനെ? നിന്നെപ്പോലെ നീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനെങ്ങാനും വരുന്നെങ്കിൽ ഈ കൊച്ചിനെ അടിച്ചിറക്കിയേനെ ഇവിടുന്ന്. എന്ത് ആദർശേൻ്റെ കൊച്ചാന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. ആരുടെ കുഞ്ഞാണെന്ന് ആർക്കറിയാം? നിന്നെക്കൊണ്ട് ഇത് പറ്റുള്ളൂ കേട്ടോ. ആദർശേൻ്റെ എല്ലാ തോന്നിയസത്തിനും നീ കൂട്ടുനിന്നോണം. എല്ലാവരും അഭിയായിരുന്നു ഇത്രയും നാളും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം മനസ്സിലായില്ലേ യഥാർത്ഥ കള്ളൻ ആരാണെന്ന്? ആദർശേട്ടനാണ് ഈ തെറ്റെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അഭിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു.
അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ നവ്യ കുഞ്ഞുമായിട്ടൊക്കെ കയറി പോവുക. നവ്യക്കാണെങ്കിൽ ചന്തുമോളോട് ദേഷ്യമൊക്കെ കേട്ടോ. അബി ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും, അതുപോലെ ജലജയുടെ സപ്പോർട്ടും അംഗീകാരവും ഒക്കെ കിട്ടിയെന്ന് കണ്ടപ്പോഴേക്കും നമ്മുടെ നവ്യ അങ്ങ് അഹങ്കരിക്കുകയാണ്. പഴയ നവ്യയിലേക്ക് ഒരു ചെറിയ പോക്കൊക്കെ പോകുന്നുണ്ട് നവ്യ. അങ്ങനെ നവ്യ ചന്തുമോളെ ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ പെരുമാറുകയാണ്. അങ്ങനെ നവ്യ കുഞ്ഞിനെ തൊട്ടിലേക്ക് കടത്തി ആട്ടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ ചന്തുമോൾ അവിടെ വരിക. ചന്തുമോൾ വന്ന് തൊട്ടിലിൽ നോക്കിയിട്ട് കുഞ്ഞു വാവാന്നൊക്കെ പറഞ്ഞ് ആട്ടാൻ തുടങ്ങുമ്പം നവ്യ പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം ഈ റൂമിലേക്ക് വന്നത്? നിന്നോട് ആരാ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ? അവിടെ എങ്ങാനും പോയിരിക്കേ. ഇത് കുഞ്ഞൊക്കെയുള്ള റൂമല്ലേ, ഇവിടെ വന്ന് അതിനെ ഉപദ്രവിക്കാനൊന്നും പോകരുത്. ചെറിയ കുഞ്ഞാ, അതിൻ്റെ കയ്യിലോ കാലിലോ ഒക്കെ കയറി പിടിച്ചാൽ എന്താവും അവസ്ഥ എന്നറിയാവോ? അതുകൊണ്ട് ഇറങ്ങിപ്പോ, ഈ റൂമിൽ നീക്ക് വരണ്ട എന്ന് പറഞ്ഞ് ചന്തുമോളെ ഇറക്കി വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നയനെ കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇപ്പം ചേച്ചിക്കും ഇങ്ങനൊരു മാറ്റമായോ? ആ കുഞ്ഞ് ആ മുറിയിലൊന്നും വന്നെന്ന് വെച്ച് എന്താ കുഞ്ഞുവാവയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ നയനെ കൂടുതലൊന്നും ഇവരെയൊന്നും അടുപ്പിക്കാൻ നിൽക്കണ്ട. നീ ഒന്ന് കൊച്ചിനെയും കൊണ്ട് പോകുന്നുണ്ടോ? അങ്ങനെ നവ്യയുടെ സ്വഭാവവും മാറിയിരിക്കുകയാണ് കേട്ടോ. നവ്യ ഇത് ഈ കൊച്ചിനെ ഇഷ്ടപ്പെടാതെ വരുവാണ്. അബി അതുപോലെ വിഷം നവ്യയുടെ മനസ്സിലേക്കും കുത്തിക്കയറ്റി കൊടുത്തോണ്ടേയിരിക്കുക. അത് സമയത്ത് അബിക്ക് ടെൻഷൻ കയറിയിട്ട് അബിയുടെ സുഹൃത്തുക്കളെ വിളിക്കുകയാണ് കേട്ടോ. ഇനിയെങ്ങാനും നമ്മുടെ അനഘ വന്നു കഴിഞ്ഞാൽ, അനഘ എഴുന്നേറ്റ് വന്ന് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് ആകെ മൊത്തം ടെൻഷൻ പിടിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ അബിക്ക് കിടന്നിട്ടൊന്നും ഉറക്കമൊന്നും വരുന്നില്ല. അബിയാണെങ്കിൽ രാത്രിയിൽ ഫോൺ എടുത്ത് ഇറങ്ങിയിട്ട് സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഇപ്പം അവൾക്ക് എങ്ങനെയുണ്ട്? ആ വീട്ടിൽ ആരൊക്കെ വരികയും ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഉണ്ട്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. സാറൊന്നും ഓർത്ത് പേടിക്കണ്ട. അവൾക്ക് അനക്കമൊന്നുമില്ല, അതേപടി അങ്ങനെ കിടക്കുക. ആ ജോലിക്കാരിയുണ്ട് അവിടെ, അവർ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. കാരണം അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ അവൾ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് പറയാണ്. അപ്പോഴാണ് കൂടെയുള്ള ഒരുത്തൻ പറയുന്നത്, എന്നാൽ ഞങ്ങൾ സാറിനോട് ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം അവളുടെ കയ്യോ മറ്റോ ചെറുതായിട്ടൊന്ന് ചലിച്ചെന്ന് കണ്ടു. കയ്യോ കാലോ ഒക്കെ ചലിച്ചെന്ന് പറഞ്ഞ് ആ ജോലിക്കാരി ഡോക്ടറെ വിളിക്കുന്നത് ഞങ്ങൾ കേട്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്രേ, കൈയും കാലും ഒക്കെ ചലിച്ചെങ്കിൽ ചിലപ്പോൾ ഒരു അത്ഭുതമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ തന്നെ നോക്കുകയും ഫിസിയോതെറാപ്പി ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന്. ചിലപ്പം സംസാരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ വിളിച്ച് അപ്പം തന്നെ അറിയിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അബിക്ക് ടെൻഷനാവുക. അബി ചോദിക്കുക, എടാ അവൾ സംസാരിക്കാൻ തുടങ്ങുന്നോ? എന്നിട്ട് നീ എന്താ ഇത് പറയാതിരുന്നത്? എൻ്റെ പൊന്നു സാറേ, സംസാരിക്കാനൊന്നും പോകുന്നില്ലെന്നേ. അവൾ തുടങ്ങിയ ഡോക്ടറെ വിളിച്ച് പറയുമല്ലോ അവർ. അപ്പം ഞാൻ സാറിനോട് പറയാം. എടാ അപ്പം പറഞ്ഞാൽ പോരാ, അവൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് അവളുടെ കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണെന്നായിരിക്കും. പിന്നെ അവൾ സംസാരിച്ചാലെന്താ, സംസാരിച്ചില്ലേലെന്താ? അവൾ സംസാരിക്കരുത്. അതിനു മുമ്പ് നമുക്ക് അവളെ അങ്ങ് തീർക്കണം എന്ന് പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ദേവയാനിയാണെങ്കിൽ റൂമിലേക്ക് പോകാൻ കയറി വരികയാണ്. അപ്പോഴാണ് അബി ഇങ്ങനെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ അടക്കം പറച്ചിലും അനഘയുടെ കാര്യം പറയുന്നതും കേട്ട് ദേവയാനി അവിടെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി കേൾക്കുന്നുണ്ട് ഈ പറയുന്നതൊക്കെ. എന്നിട്ട് അവരോട് പറയാ, എടാ ഇന്ന് തന്നെ നമുക്ക് അവളെ തീർക്കണം, അല്ലാതെ ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. വെച്ചുകൊണ്ടിരുന്ന അവൾ സംസാരിച്ച പിന്നെ എനിക്ക് നിലനിൽപ്പില്ല മോനെ. അപ്പോൾ അവർ പറയാം, ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കാര്യം സാധിച്ചെടുക്കാം. അവിടുത്തെ ആ ജോലിക്കാരിയില്ലേ, അവൾ അവിടെ ഉള്ളപ്പം എങ്ങനെ സാധിക്കാനാ? അപ്പോൾ അവർ പറയുന്നുണ്ട്, അവൾ അവിടെ ഉള്ളത് ഒരു പ്രശ്നമൊന്നുമല്ല. അവളെ ഒന്നെങ്കിൽ അങ്ങ് തീർക്കണം, ഇല്ലെങ്കിൽ ഒന്ന് ബോധം കെടുത്തി അവിടെ അങ്ങ് കിടത്തണം. പിന്നെ എളുപ്പമല്ലേ, അനങ്ങില്ലല്ലോ, തീർക്കാം. ഒരു തലേണ വെച്ച് മുഖത്തൊന്ന് അമർത്തിയാൽ മതി, അവളുടെ ജീവൻ അങ്ങ് പൊയ്ക്കോളും. സാറും കൂടി വരണം. അപ്പോൾ അബി പറയാം, തീർച്ചയായിട്ടും ഞാനും അവിടെ എത്താം. പിന്നെ നിങ്ങൾ ആ CCTVകളെല്ലാം വർക്ക് ചെയ്യാത്ത രീതിയിലാക്കണം. അത് ആദ്യം റെഡിയാക്കി വെക്കേ. ഞാനിപ്പോൾ തന്നെ അവിടെ എത്താം. ഇന്ന് അവളുടെ അവസാനത്തെ രാത്രിയായിരിക്കും. ജോലിക്കാരിയെ മയക്കാനുള്ള മരുന്നും കൈ കരുതിക്കോണം കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ അതെല്ലാം ഓക്കെ പറഞ്ഞ് വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് അബി ആകെപ്പാടെ ഇങ്ങനെ പരമുവാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ ദേവയാനി കേട്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ. ദേവയാനി താഴേക്ക് ഇറങ്ങി ചെന്ന് നയനയെ വിളിക്കുക. എന്നിട്ട് നയനയോട് കാര്യങ്ങളൊക്കെ പറയുക. മോളെ നയനെ, അബി ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങളൊക്കെ പറഞ്ഞാൽ നേര് തന്നെയാ. അവൻ്റെ കുഞ്ഞാ ചന്തുമോള് ആ അനഘയെ കൊല്ലാൻ വേണ്ടി പോവാണ്, ആ ജോലിക്കാരിയെ. അത് നമുക്ക് എങ്ങനെയും തടയണം. അവൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് ചെല്ലണം. അത് തടയണം. ഇല്ലേ ആ പെൺകുട്ടിയെ അവൻ കൊല്ലും. സത്യങ്ങളൊന്നും പിന്നെ പുറത്തു വരികയില്ല. ഒരു ജീവനല്ലേ, നമുക്കവിടെ പോകണം. മറ്റാരോടും തൽക്കാലം ഇത് പറയണ്ട. വണ്ടി എടുക്കാൻ ഡ്രൈവറോട് ഞാൻ പറയാം.
നമുക്ക് 2 പേർ കൂടെ പോകാമെന്ന് പറയാം. അപ്പം നയനയും പറയുന്നുണ്ട് ശരിയമ്മേ ഞാനും വരാമെന്ന് പറയാം. അങ്ങനെ അവർ 2 പേരും കൂടെ കാറിൽ കയറി രാത്രി പോവാ. അബിയാണെങ്കിൽ അതിന് മുമ്പേ അങ്ങ് പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇവർ ചെന്ന് അനഘയുടെ വീടിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി ഇറങ്ങുക. അതേസമയം അബിയും കൂട്ടാളികളും കൂടെ ചെന്ന് ആ ജോലിക്കാരിയെ മയക്കി കിടത്തിയിരിക്കുകയാണ്. അതിനുശേഷം അനഘയെ കൊല്ലാനുള്ള തയ്യാറെടുപ്പാണ്. അനഘയുടെ അടുത്ത് എന്ന് അബി പറയുന്നുണ്ട്, എടി നീ ഇനി സംസാരിക്കാൻ പോകുന്നില്ല, നീ അവസാനമായിട്ട് എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, നിന്നെ ചതിച്ച അബിയാ ഞാൻ, നീ തീരുവാണ്, ഇനി ഈ വേദനയും തിന്ന് അനങ്ങാതെ ഇങ്ങനെ കിടക്കണ്ട, ഇന്നുകൊണ്ട് നിന്നെ സന്തോഷമുള്ള ലോകത്തേക്ക് ഞാൻ വിട്ടുതരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ദേവയാനി നയനയും കൂടെ വരുന്നത് കേട്ടോ. തലേണയെടുത്ത് അനഘയുടെ മുഖത്തേക്ക് വയ്ക്കുകയാണ് അബി. മുഖത്ത് അമർത്താൻ തുടങ്ങുമ്പോഴാണ് ദേവയാനി നയനയും കൂടെ അകത്തേക്ക് ഓടി വരിക. വന്നിട്ട് ദേവയാനി എടാ അബി എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് അബിയും കൂട്ടാളികളും. പെട്ടെന്ന് തന്നെ തലേണയും വലിച്ചെറിയാണ്. അപ്പം നയനയും ദേവയാനിയും നോക്കുമ്പം ജോലിക്കാരി അവിടെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അനഘയുടെ മുഖത്ത് തലേണ അമർത്താൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ചാടി അബിയും കൂട്ടുകാരും പുറത്തേക്ക് ഇറങ്ങുക. എന്താ എന്താ വല്യമ്മ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് അബി വെപ്രാളത്തിൽ ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട് ദേവയാനി, എല്ലാം ഞാൻ കേട്ടു നീ ഫോണിൽ പറയുന്നത്. ഇപ്പം നീ ചെയ്യാൻ പോയ കാര്യങ്ങളും കണ്ടു. എന്താ അബി ഈ ചെയ്യുന്നതൊക്കെ? നീ ഇത്രയൊരു ദുഷ്ടനാണോ? നിന്റെ കുട്ടിയാണ് ചന്തുമോളല്ലേ? എന്നിട്ട് നീ അതിനെ ആദർശിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. പോരാത്തതിന് ആ പെൺകുട്ടിയെ കൊല്ലാൻ. ഇപ്പോൾ ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നീ 2 പേരെ ഇവിടെ കൊന്നിടുകയില്ലായിരുന്നോ? നിന്റെ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോട് പറയുന്നുണ്ട് എന്ന് പറയുമ്പം ദേ വല്യമ്മയും ഇവളും കൂടി എന്ത് ചെയ്യാനാ പ്ലാൻ? മുത്തശ്ശനോട് പറയാനോ? അതെ, മുത്തശ്ശനോട് പറയാൻ. എന്നാൽ പിന്നെ നിങ്ങളുടെ കാര്യത്തിന് തീരുമാനമാകും. ഓഹോ, നീ അത്രയ്ക്ക് വെല്ലുവിളിക്കാറൊക്കെ ആയോ? നിർത്തടാ നിന്റെ വെല്ലുവിളി. നിന്നെ ചെറുപ്പത്തോട്ട് ഞാൻ കാണുന്നല്ലേ, ധൈര്യം ഉണ്ടോടാ നിനക്ക് എൻ്റെ നേരെ വരാൻ എന്ന് ദേവയാനി ചോദിക്കുക. അപ്പോൾ അബി ഒന്ന് വിറയ്ക്കുന്നുണ്ട്. അബി പുറകോട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ദേവയാനി കണക്കിന് അബിക്ക് കൊടുക്കുന്നുമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്